ഹലോ സുഹൃത്തുക്കളെ, അച്ഛന്റെ മുഖത്ത് നല്ല ഭയം കാണുന്നുണ്ട്. അപ്പൊ വിചാരിക്കും എന്റെ മുഖത്തും ഭയമില്ലെന്ന്. എന്റെ മുഖത്തും ഭയമുണ്ട് സുഹൃത്തുക്കളെ, എന്റെ മുഖത്തും ഭയമുണ്ട്. ഇങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ പോയി. അപ്പൊ ഞാനെതിരെ നമ്മളിപ്പം ഹലോ ഗെയ്സ് പറയുമ്പോഴാണോ എന്ന് സംശയമുണ്ട്. വള്ളം ഒരു സൈഡിലേക്ക് ചെരിയുന്നുണ്ട്. നമ്മുടെ ഗെയ്സിന്റെ പവർ കൊണ്ടാണോ എന്ന് സംശയമുണ്ട്. പിന്നെ അച്ഛൻ കൂടെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, സ്വർഗത്തിൽ പൊക്കോളും. അതെങ്ങനെ അച്ഛനെ എന്നെ കൂടെ കൊണ്ടുപോകില്ലേ? ഞാൻ നീന്തി രക്ഷപ്പെടും. ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജൂബി വിധേയത്തിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ വളരെ പ്രശസ്തമായ വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ്. അതായത് പാടി എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് നിലവിൽ നമ്മളുള്ളത്. അവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മളിപ്പം ഒരു വള്ളം എടുക്കും. വള്ളം എടുത്തതിന് ശേഷം കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ച് നമ്മൾ പുറത്തിറങ്ങാൻ പോവുകയാണ്. ആ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പാടി എന്ന് പറയുന്ന സ്ഥലത്തും അല്ലെങ്കിൽ ആ ഒരു പേര് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ മണിച്ചേട്ടനാണ്. മണിച്ചേട്ടൻ്റെ പാടിയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. എന്നാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലും വളരെ മനോഹരമായൊരു പാടി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെന്ന് പറയുന്നത് ചെമ്മീൻ കെട്ടാണ് ആ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിലായിട്ട് ബാക്കിലായിട്ട് നമുക്ക് കണ്ടൽക്കാട് കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വള്ളത്തിൽ സഞ്ചരിക്കാൻ പോവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്കൊരു പുതിയ അനുഭവമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് പോയാലോ? പ്രതീക്ഷ വരുന്നില്ലേ? പ്രതീക്ഷ വരുന്നുണ്ട്. ഇതാണോ നമ്മൾ ഉറപ്പിച്ചോ? ഇതാണ് കപ്പൽ. ഇതാണ് ഞങ്ങൾ പോകുന്ന ഇന്നത്തെ നമ്മുടെ കപ്പൽ എന്ന് പറയുന്നത്. ഇതാണ് നീണ്ടു നിവർന്ന് കിടക്കുന്ന കപ്പൽ. അപ്പം നമ്മൾ ഇതിലൂടെ കടന്ന് നമ്മളിത് ദൂരെയായിട്ട് നമുക്ക് കണ്ടൽക്കാട് കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിലൂടെ പ്രവേശിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ നോക്കുമ്പോൾ ഒരു സൈഡിൽ നമുക്ക് തെങ്ങിൻ തോട്ടം കാണാൻ സാധിക്കും കേട്ടോ. അത് നല്ല സ്ഥലമല്ലേ. അപ്പോൾ ഈ തെങ്ങ് തോട്ടം പറയാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് തെങ്ങുകൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഫുള്ള് കാടൊക്കെ, ഒരു കാടിൻ്റെ പ്രതീതിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് കായലുകൾ കാണാൻ സാധിക്കുന്നത്. ഇതിങ്ങനെ ഫുള്ളിങ്ങനെ തിരിച്ചേക്കും കേട്ടോ. ഇതുണ്ടോ, ഇതിങ്ങനെ തിരിച്ചേക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കുവാണെങ്കിലും അവിടെ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെമ്മീൻ കെട്ടാണ്. ഇവിടെ എല്ലാം ചെമ്മീൻ കൃഷിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ സുന്ദരനും സുമുഖനുമായ മിസ്റ്റർ പ്രജേഷ്. അപ്പോൾ നമ്മുടെ വള്ളം വരുന്നുണ്ട്. അതിൻ്റെ തന്നെ വെച്ച കറിയും ചോറും എല്ലാം ആയിട്ട്. അപ്പം അച്ഛൻ വലതുകാലാണ് അച്ഛൻ വെച്ചേ. പേടിക്കട്ട. അപ്പം അച്ഛൻ സാഹസികമായിട്ട് കയറി ആ സെൻറ്ററിൽ ഇരിപ്പുറപ്പിച്ചു. നെക്സ്റ്റ് അപ്പം ഞാനെതിരെ എന്റെ കർത്താവേ, വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ റിട്ടേൺ അടിച്ചില്ല. എനിക്ക് ആ ഫ്രണ്ട് എടുത്തിട്ട് ബാക്കി അടിക്കാം. പറഞ്ഞോ. ഇവരെ പാട്ട് പാട്. പേടി മുഖത്ത് കാണുന്നുണ്ട്. എന്താ ഡയലോഗ്? പാട്ട് പഠിക്കുക. പക്ഷേ സ്വന്തം മുഖത്താണ് കൂടുതലുള്ളത്. എൻ്റെ മുഖം ഞാൻ കാണിക്കില്ല. എന്തോ ദൈവമേ, ഒരു യാത്ര പോകുമ്പോ പറയേണ്ട വാക്കുകളാണോ പറയുന്നത്? ഹലോ സുഹൃത്തുക്കളെ, അച്ഛന്റെ മുഖത്ത് നല്ല ഭയം കാണുന്നുണ്ട്. അപ്പൊ വിചാരിക്കും എന്റെ മുഖത്തും ഭയമില്ലെന്ന്. എന്റെ മുഖത്തും ഭയമുണ്ട് സുഹൃത്തുക്കളെ, എന്റെ മുഖത്തും ഭയമുണ്ട്. അതായത് എവിടെയോ നിലവിലെ കുഴപ്പമൊന്നുമില്ല. അതിസാഹസികമായിട്ട് ഞങ്ങൾ കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അറിയാം. ഒരു കാര്യം സമാധാനമുണ്ട്, എനിക്ക് നീന്തൽ അറിയത്തില്ല. പിന്നെ അച്ഛൻ കൂടെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, സ്വർഗത്തിൽ പൊക്കോളും.
അതെങ്ങനെ? അച്ഛനെ എന്നെ കൂടെ കൊണ്ടുപോകില്ലേ? ഞാൻ നീന്തി രക്ഷപ്പെടും. അച്ഛൻ രക്ഷപ്പെടൂലേ? വള്ളപ്പാട്ട് എങ്ങനെയാ? വഞ്ചിപ്പാട്ട് വള്ളപ്പാട്ടല്ല, വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ടറിയോ? വഞ്ചിപ്പാട്ടറിയോ? അറിയില്ല. പാട്ടുകാരാ. അപ്പൊ നമ്മുടെ പ്രജീഷ് ഊർജ്ജസ്വലമായിട്ട് ഇവിടെ വള്ളം തുഴയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കണ്ടൽ കാടുകൾ ദാതേത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഇത് എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കണ്ടൽക്കാട് ദേ അവിടെയുണ്ട്, കണ്ടൽക്കാട് ദേ ഇവിടെയുണ്ട്. അതിൻ്റെ നടുവിലൂടെ നമ്മൾ ദേ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അച്ഛൻ പേടിച്ചു പറിച്ച് നമ്മുടെ അച്ഛൻ ഇവിടെ പുറകിൽ ഇരിപ്പുണ്ട്. പക്ഷെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഞാൻ പോയി, അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയി. അങ്ങനെ പറയരുത്. നല്ല ഇത് അഭ്യാസമല്ല കേട്ടോ, സത്യമായിട്ടും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലാത്തതുകൊണ്ടല്ലേ ഒരു വിഷമം. കുഴപ്പമില്ലാട്ടോ, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണോ. വൈകുന്നേരം ചെറിയ തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട്, വെയിലുണ്ട്. നമ്മളിപ്പം ഹലോ ഗെയ്സ് പറയുമ്പോഴാണോ എന്ന് സംശയമുണ്ട്. വള്ളം ഒരു സൈഡിലേക്ക് ചെരിയുന്നുണ്ട്. നമ്മുടെ ഗെയ്സിന്റെ പവർ കൊണ്ടാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് പതുക്കെ പറയാം. ഹലോ ഗെയ്സ്, നമ്മളിപ്പോ കണ്ണൂർ ജില്ലയിലെ പാടി എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്തിലൂടെ വള്ളം തുഴഞ്ഞ് വള്ളത്തിലൂടെ യാത്ര ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് സൈഡൊന്നും കാണിക്കാൻ പറ്റുന്നില്ല, ഒരു സൈഡ് കാണിക്കാം. ഇതാണ് ഒരു സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ടൽ കാടുകളാണ്. വെള്ളത്തിലായിരിക്കും. ചിരിക്കണോ കരയണോ എന്നറിയത്തില്ലാത്തൊരു അവസ്ഥയിൽ നമ്മുടെ പ്രജിഷറിന് അവിടെ അല്ല ഞാനിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പാടി എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ രണ്ട് സൈഡിലായിട്ടും നമുക്ക് കണ്ടൽ കാടുകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു കണ്ടൽ കാടിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എന്നിൽ നിന്നും ക്യാമറ മാറ്റി അയാൾ കണ്ടൽക്കാട് ഷൂട്ട് ചെയ്യുകയാണ്. കണ്ടൽക്കാട് ഷൂട്ട് ചെയ്യുകയാണ്, എന്നെ ഷൂട്ട് ചെയ്യുന്നില്ല സുഹൃത്തുക്കൾ. ഇനി സാഹസികമായിട്ടൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യൽ നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ദേ ഈ വഴിക്കാണ് വന്നത്, ആ വഴിക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നു. പിന്നെ ഒരുപാട് ദൂരേക്കൊന്നും നമ്മൾ പോകുന്നില്ല കേട്ടോ, നമ്മൾ തിരിക്കുകയാണ്, വണ്ടി തിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇതാണ് സുഹൃത്തുക്കളെ കണ്ടൽക്കാടുകൾ. കപ്പൽ മറുപടി കപ്പൽ തിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കപ്പൽ തിരിക്കുകയാണ്. നമ്മുടെ കൃഷ്ണപ്പരുന്ത് എന്ന് പറയുന്ന പരുന്ത് തീരുടെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ, പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. പക്ഷേ കാണിക്കാൻ ഒരു രക്ഷയില്ല. ഇതുണ്ടോ, ഇതാണ് ശ്രീകൃഷ്ണ പരുന്ത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ? ഇല്ല. മീനെ പിടിച്ചു, മീനെ പൊക്കി. കൃഷ്ണപ്പരുന്തല്ലേ ഏട്ടാ അത്? ഇതാണ് ഗെയ്സ് കൃഷ്ണപ്പരുന്ത്. അത് കൃഷ്ണപ്പരുന്തുകൾ രണ്ടാണ് ഇതിലൂടെ പാറിപ്പറന്ന് നടപ്പുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങുകയാണ് സുഹൃത്തുക്കളെ. സെറ്റ് സാധനം. ആ വഞ്ചി ഒന്ന് മാറ്റാമോ? വഞ്ചിയല്ല, ഈ സാധനത്തിന് പേരെന്താ? ആ വടിയൊന്നും കോരന്ന് മാറ്റാം. തന്നെ ചെരിഞ്ഞിരിഞ്ഞ് പോകുന്നുണ്ടല്ലോ. ആ മടലുള്ളിക്ക് പോട്ടെ, എന്നായാലും പെട്ടു.
ഇത് കടലിലേക്കാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മുടെ കണ്ടൽ കാടുകളിലൂടെയുള്ള അതിസാഹസ്യമുള്ള യാത്ര കാണിക്കുക എന്നതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. നമ്മൾ കണ്ണൂരിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ചാനൽ അങ്ങനെ അധികം വ്ളോഗൊന്നും ഇടാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു സുവർണ്ണ അവസരം ലഭിച്ചത്. അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു മടങ്ങിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്തത് വളരെ മനോഹരമായ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പാടി എന്ന് പറയുന്ന സ്ഥലത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടുതലേക്ക്. ഓക്കെ, ബൈ, ടാറ്റ. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷന് കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.